അപ്പോൾ കണി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന്റെ തിരക്ക് വിപണിയിൽ നിന്നാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ കണ്ണൂരിലെ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. വിഷുക്കണിക്കുള്ള ഒരുക്കം ഇന്ന് മുതൽ തന്നെ വീടുകളിൽ തുടങ്ങും. കണിക്കൊന്നയും കണിവെള്ളരിയും ഓട്ടുരുളിയിൽ വെച്ച് കണിയൊരുക്കും. സമൃദ്ധിയുടെ കാർഷികോത്സവമായ വിഷുവിനെ വരവേൽക്കാൻ വീട്ടകങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ തളാപ്പിലെ ലക്ഷ്മി നിവാസിൽ നിന്ന് വിഷു ഒരുക്കങ്ങളുമായി അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുകയാണ്. തത്സമയം അർജുൻ കല്യാട്, വെരി ഗുഡ് ഈവനിങ്. നമ്മുടെ കൂട്ടുകാരെല്ലാവരും വിഷു ഒരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങുന്ന ചന്തകളിൽ നിന്നാണ് ചേർന്നത്. അർജുൻ ഇപ്പോൾ ഒരു വീടിനുള്ളിലാണ്. നാളെ ഈ കണി വെക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ കുറേ ആളുകൾക്കെങ്കിലും എങ്ങനെയാണ് കണി ഒരുക്കേണ്ടതെന്ന് അറിയാത്ത ഒരു ഘട്ടമുണ്ട്. പലപ്പോഴും പലരും പല രീതിയിലാണ് അത് ഒരുക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോയാലോ അർജുൻ? തീർച്ചയായിട്ടും സുജി, അതിനു മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സുനിഷയും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത അലി അക്ബർ ഷായും എല്ലാം കണ്ണൂരുകാരാണ്. സത്യം പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് തന്നെ കണ്ണൂരുകാരനായി ഒരു വിഷു റിപ്പോർട്ടിംഗ് നടത്താൻ വേണ്ടി ഭാഗ്യം കിട്ടിയവരാണ്. ബാക്കി രണ്ടുപേരെയും ഇച്ചിരി കൊതിപ്പിക്കണം ഈ കണ്ണൂരിലെ വിഷു ആഘോഷത്തിന്റെ കാഴ്ചകൾ എന്ന് മനസ്സിലെങ്കിലും ആഗ്രഹമുണ്ട്. എന്തായാലും വിഷു ആണ്. വിഷു ആഘോഷം മലബാറിൽ ഏറ്റവും സജീവമായി നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ തളാപ്പിലുള്ള ഒരു വീട്ടിലാണുള്ളത്, ലക്ഷ്മി നിവാസിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. അവരെല്ലാം ഇങ്ങനെ കണി ഒരുക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതാ നമ്മുടെ സുന്ദറും രോഹിണി, അതുപോലെ തന്നെ അവരുടെ ചെറിയ കുട്ടി ദ്രൗപതിയൊക്കെ ഇവിടെ വിഷു ആഘോഷത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. കണി ഒരുക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ ഇവിടെ റെഡിയാണ്. ഞാൻ ആ സൈഡിൽ ഇരിക്കാൻ തോന്നുന്നു. എന്തായാലും എല്ലാ സാധനങ്ങളുമായി ഇങ്ങനെ കണി ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ എല്ലാവരും ഉള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? എല്ലാം റെഡിയായി വരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ കണിയൊരുക്കം? എല്ലാ ഐറ്റംസും കണിക്കൊന്നും എത്തിയില്ലെന്ന് തോന്നുന്നു അല്ലേ? കണിക്കൊന്ന പറിക്കണം. അത് ഇപ്പോഴേ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാം വല്ലാതെ വാടി നല്ല ഉണ്ടാവില്ല രാവിലെ ആകുമ്പോഴേക്കും. ആ സമൃദ്ധിയോടുകൂടി ആ നല്ല ഗോൾഡൻ കളറിൽ തന്നെ കാണണം. കണിക്കൊന്നയുടെ പ്രതീകം തന്നെ സുവർണ പുഷ്പം എന്നുള്ളൊരു പ്രതീകമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ദേശീയ വൃക്ഷമായിട്ട് നമ്മൾ കണിക്കൊന്നതിനെ കാണുന്നത്. ആ സുവർണ പുഷ്പം ആ സുവർണ നിറത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റണം. ഏതൊക്കെ രീതിയിലാണ് സാധാരണഗതിയിൽ കണിവെള്ളരി ഓട്ടുരുളിയിൽ വെച്ച് കാണുക, അതിനോടൊപ്പം തന്നെ കണ്ണാടിയിൽ നമ്മുടെ മുഖങ്ങൾ തന്നെ തിരിച്ചു കാണുക, അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണോ? അതെ, അതേപോലെ തന്നെയാണ്. ഏറ്റവും പ്രധാനം ശ്രീകൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ എന്തെങ്കിലും ചിത്രം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഓട്, സ്വർണ്ണപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ എന്നുള്ളതിനൊക്കെയാണ് പ്രാധാന്യം കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ ഓട്ടുരുളിയിൽ തന്നെ വെക്കണം എന്ന് പറയാനുള്ള ഒരു കാരണവും അതുകൊണ്ട് തന്നെയാണ്. കണിവെള്ളരിയും അതുപോലെ തന്നെ ഒരു കാർഷികോത്സവം കൂടിയാണല്ലോ ഈ വിഷു എന്ന് പറയുന്നത്. അപ്പോൾ പരമാവധി എത്രത്തോളം ഫലവൃക്ഷങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ഈ ഫലങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ കാണാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം സമൃദ്ധി നമ്മുടെ ഒരു വർഷം അടുത്ത വിഷു വരെയുള്ള സമയത്ത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അതെ, 10-ാം ഉദയത്തിൻ്റെ അന്ന് നമ്മൾ വിത്ത് പാകിയതിന് ശേഷം കൊയ്ത്ത് കഴിഞ്ഞ് വിളവെടുക്കുന്നതിൻ്റെ ഒരു ഉത്സവമാണ് ശരിക്കും പറഞ്ഞാൽ വിഷു എന്ന് പറയുന്നത്. അതായത് മേടമാസം 1-ാം തീയതി എന്ന് പറയുന്നത് ചിങ്ങമാസം 1-ന് എന്തുമാത്രം പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം നമ്മൾ മേടമാസം 1-ന് കൊടുക്കുന്നു. അതുകൊണ്ട് വർഷത്തിൻ്റെ ആദ്യ ദിവസം തന്നെ നല്ലൊരു കണി നമുക്ക് കാണാൻ പറ്റിയാൽ അത് എല്ലാ ദിവസവും അത്രയും സമൃദ്ധിയായ ഒരു വർഷം നമുക്ക് ആവണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ കണി ഒരുക്കുന്നത്. ദ്രൗപതി ഹായ് ചൊല്ലി. ഹായ് 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 ക്യാമറയിൽ ഹായ്. കുട്ടികൾ എന്തായാലും അടങ്ങിയിരിക്കുന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അവരൊക്കെ ആഘോഷത്തിന് നമുക്ക് ഇവിടെയുള്ള എന്താ പറയുക സദ്യ കാര്യങ്ങളൊക്കെ എന്തായാലും അടുക്കള കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. എല്ലാം വാങ്ങിയെല്ലാം വെച്ചിട്ടുണ്ട്. പച്ചക്കറി നാളെ കണി കാണുന്നതിൻ്റെ ബാക്കിയുള്ള പച്ചക്കറി നമ്മൾ നാളെ കുക്ക് ചെയ്യും. സദ്യയാക്കാനൊക്കെ ഉപയോഗിക്കും. സദ്യയാക്കണം. എന്തൊക്കെ വിഭവങ്ങളാണ് നാളെ ഉണ്ടാവുക? നാളെ അവിയൽ, പായസം, സാമ്പാർ, പച്ചടി, ഓലൻ, എല്ലാ ഒരു സദ്യക്ക് ഉണ്ടാവുന്ന എല്ലാ. ദ്രൗപതി എന്തായാലും ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് കണിവെള്ളരി അതുപോലെ തന്നെ ഈ ധാന്യങ്ങളും വളരെ പ്രധാനപ്പെട്ട. ധാന്യവും അത് തന്നെ. ഈ ധാന്യം എന്ന് പറയുന്നത് തന്നെ സമൃദ്ധിയുടെ ഒരു ലക്ഷണമാണ് ധാന്യം. നവധാന്യം 9 ധാന്യങ്ങൾ ചേർന്നത്. അതുകൂടാതെ പരിപ്പ്, ചെറുപയർ, അത് ഓരോ ദേശത്തിനനുസരിച്ചിട്ട് മാറും. ഇവിടുത്തെ ഈ മലബാർ ദേശത്തിലുള്ള പ്രാധാന്യം ഇതൊക്കെയാണ്. അതായത് തെക്കൻ കേരളത്തിനേക്കാളൊക്കെ ഉപരിയായി വടക്കൻ കേരളത്തിലാണ് കൂടുതൽ വിഷുവിന് പ്രാധാന്യം ഏറ്റവും കൂടുതൽ വടക്കൻ കേരളത്തിൽ തന്നെയാണ്. ഓണം തെക്കൻ കേരളത്തിലാണെങ്കിൽ വിഷു
വടക്കൻ കേരളത്തിനാണ് പ്രാധാന്യം കൂടുതൽ. സുജിയ, വൈലോപ്പള്ളിയുടെ ഒരു കവിതയുണ്ട്, ഏത് ദൂതര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽക്കൃത യോഗത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. അതാണ് ഈ മലബാറുകാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ വിഷുവിന് എത്ര ദൂരത്താണെങ്കിലും ഈ നാട്ടിലേക്ക് വരാനും അതുപോലെ തന്നെ ഈ വിഷു ആഘോഷത്തിൽ പങ്കെടുക്കാനും ഒക്കെ വളരെയധികം അവരെ വിളിച്ചുണർത്തുന്നത് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരവും അത് തന്നെയാണ്. വിഷു ഒരു കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഒരു ഗൃഹാതുരത്വത്തിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ് വിഷു. അപ്പോൾ അത്തരത്തിൽ വിഷു ആഘോഷിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കണിയൊരുക്കുക എന്നുള്ളതാണ്. ആ കണിയൊരുക്കാനുള്ള ഒരുക്കങ്ങൾ കൂടി പൂർത്തിയായി. ബാക്കിയുള്ള ജില്ലക്കാരൊക്കെ സാധനങ്ങൾ വാങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായ കാര്യം. സുജിയ, ഓക്കെ, അർജുൻ കല്യാൺ അല്ലെങ്കിലും കുറച്ച് ഫാസ്റ്റ് ആണ്. അത് നമ്മൾ റിപ്പോർട്ടിങ്ങിലായാലും ഇപ്പോൾ കണിയൊരുക്കത്തിനുള്ള സാധനങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കിയ ഇടത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അർജുൻ കല്യാണം ഒപ്പം നമ്മുടെ ലക്ഷ്മി നിവാസിലെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിഷു ആയിരിക്കട്ടെ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ദ്രൗപദി, അപ്പോൾ വിഷു ഒരുക്കം നമ്മൾ കണ്ടു കഴിഞ്ഞു. വിഷു വിപണി അതുപോലെ തന്നെ വീടുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു. അത് നാളത്തേക്ക് വേണ്ടി തയ്യാറാക്കി വെക്കുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ആ കുഞ്ഞ് ദ്രൗപദിയുടെ ഒരു ഹാപ്പി വിഷു കൂടി കേട്ടിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ദ്രൗപദി പറഞ്ഞോളൂ. ദ്രൗപദി ഇങ്ങ് വാ. ഹാപ്പി വിഷു ചൊല്ലി. ഒന്നുകൂടി ഹാപ്പി ഹാപ്പി വിഷു. ദ്രൗപദി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു അർജുൻ. അർജുൻ കല്യാടാണ് നമുക്കൊപ്പം ഒരു വീടിനുള്ളിലെ കാഴ്ചയുമായി ചേർന്നത്. വിഷുവിനായുള്ള ഒരുക്കങ്ങൾ എല്ലാവരും തുടരുകയാണ്. അപ്പോൾ നാളെ വിഷുദിനത്തിൽ ഇതിൽ കൂടുതൽ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ടീം മുഴുവൻ